ഹായ് ഓൾ, ആൻഡ് ജോസഫ്. ഒരു കൂടി CC ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദ ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നമുക്കറിയാം, പല ഇൻവെസ്റ്റേഴ്സും ഇന്ന് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ കൂടുതൽ ഫണ്ടുകളുടെ ഒരു സെലക്ഷൻ തന്നെയാണ്. അപ്പോൾ ഏത് ഫണ്ടാണ് വേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഓരോ ഫണ്ടിനും അതിൻ്റെ ആയിട്ടുള്ള റിസ്കും ഉണ്ട്, അതോടൊപ്പം തന്നെ റിട്ടേൺസും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ടുള്ള കാറ്റഗറി ഇക്വിറ്റി ഫണ്ടുകളാണ്. ഇത് പൂർണ്ണമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഷെയർ മാർക്കറ്റിലാണ്. ഇവിടെ റിസ്ക് കൂടുതലാണ്, അതോടൊപ്പം തന്നെ റിട്ടേൺസും കൂടുതലാണ്. ദീർഘകാലത്തിൽ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഇക്വിറ്റി ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കുവാണെങ്കിൽ ലാർജ് ക്യാപ് ഫണ്ടുകള്, മിഡ് ക്യാപ് ഫണ്ടുകള്, സ്മോൾ ക്യാപ് ഫണ്ടുകള്, സെക്ടറൽ ഫണ്ടുകള് മുതലായവര്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഡെപ്റ്റ് ഫണ്ട്. ഡെപ്റ്റ് ഫണ്ട് പൂർണ്ണമായിട്ടും ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ബോണ്ട്, ഡിവഞ്ചേഴ്സ് അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ റിസ്ക് കുറവായിരിക്കും, അതോടൊപ്പം തന്നെ റിട്ടേൺസും കുറവായിരിക്കും. കാരണം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് സുരക്ഷിതത്വവും അതോടൊപ്പം തന്നെ നോർമൽ റിട്ടേൺസും ഉദ്ദേശിക്കുന്നവർക്ക് അനുയോജ്യമാണ്. ചില നമ്മുടെ ഷോർട്ട് ടേം ഗോൾസ് അല്ലെങ്കിൽ പാർക്കിംഗ് ഒരു കുറച്ച് ഫണ്ടുകൾ പാർക്ക് ചെയ്യുന്നതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു ഫണ്ടുകളാണ് ഡെപ്റ്റ് ഫണ്ട്. മൂന്നാമത്തത് ഹൈബ്രിഡ് ഫണ്ടുകളാണ്. ഇവിടെ ഇക്വിറ്റിയിലും അതോടൊപ്പം തന്നെ ഡെപ്റ്റിലും ബാലൻസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ മിഡ് അല്ലെങ്കിൽ മോഡറേറ്റ് റിട്ടേൺസ് ഒക്കെ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് സൂട്ടബിൾ ആണ്. അതോടൊപ്പം തന്നെ ഇതിൽ റിസ്ക്കും മിതമായിരിക്കും, റിട്ടേൺസും മിതമായിരിക്കുന്നതാണ്. നാലാമത്തത് ഇൻഡെക്സ് ഫണ്ടുകളാണ്. ഇത് നമ്മളെ ഇൻഡെക്സ് ബേസ്ഡ് ചില നിഫ്റ്റി, സെൻസസ് അതുപോലെ ഇൻഡെക്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ എക്സ്പെൻസ് റേഷ്യോ നമുക്ക് കുറവായിരിക്കും എന്നുള്ളതാണ്. കാര്യം ഇപ്പൊ നിഫ്റ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു 50 സ്റ്റോക്കുകളുടെ ഒരു കൂട്ടായ്മയാണ് നിഫ്റ്റി എന്ന് പറയുന്നത്. സെൻസസിലാണെങ്കിൽ അത് 30 സ്റ്റോക്കുകൾ ഉണ്ടെന്നാണ്. അഞ്ചാമത്തത് സൊല്യൂഷൻ ഓറിയന്റഡ് ആണ്. നമുക്കറിയാം ഇതൊരു നിശ്ചിത ലക്ഷ്യങ്ങൾക്കായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഫണ്ടുകളാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിട്ടയർമെന്റ് ഫണ്ടുകള്, ചിൽഡ്രൻസ് ഫണ്ടുകള്, അങ്ങനെ ഇതിൽ നമുക്ക് ലോക്കിംഗ് പീരീഡ് ആപ്ലിക്കബിൾ ആണെന്നുള്ളതാണ്. ആറാമത്തത് അതർ ഫണ്ടുകളാണ്. നമുക്കറിയാം ഫണ്ട് ഓഫ് ഫണ്ട്, അതോടൊപ്പം ഇന്റർനാഷണൽ ഫണ്ടുകള്, ETF, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ, ഇതൊക്കെ ഇതിൽ വരുന്നത്. അപ്പൊ ഈ ഒരു കാറ്റഗറി നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമ്മുടെ ഫണ്ട് ഏത് രീതിയിൽ നമുക്ക് അലോക്കേഷൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് നമുക്ക് വെൽത്ത് ക്രിയേഷൻ മ്യൂച്വൽ ഫണ്ടിലൂടെ സാധ്യമാകുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.